വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ കൽപ്പറ്റയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രിമാർ സംസാരിക്കുകയായിരുന്നു. അതിനിടെ ഇന്ന് യോഗത്തിൽ നിന്ന് കോൺഗ്രസ് എംഎൽഎമാർ ഇറങ്ങിപ്പോകുക കൂടി ചെയ്തു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ഇന്നത്തെ യോഗത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ജില്ലാ തലത്തിൽ ഒരു ജനകീയ സമിതി രൂപീകരിക്കുക, ജനകീയ മോണിറ്ററിംഗ് ശക്തമാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നിർദ്ദേശിക്കപ്പെട്ട 22 നിർദ്ദേശങ്ങളിൽ ഏകദേശം 27 നിർദ്ദേശങ്ങളിൽ 15 പ്രാവർത്തികമാക്കുക ചെയ്തു എന്നുകൂടി ഇന്നത്തെ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ 13 കോടി രൂപയാണ് ഈ അടിയന്തരമായി ഈ പ്രശ്നപരിഹാരത്തിനായി സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? ഒപ്പം തന്നെ ഇന്ന് കോൺഗ്രസ് എംഎൽഎമാർ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്താണ്, സാഹചര്യം എന്താണ്? സിജു, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നേരത്തെ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശം വയനാട്ടിൽ മന്ത്രിതല യോഗം ചേർന്നത്. ആദ്യം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ വിളിച്ചുകൊണ്ടാണ് യോഗം ചേർന്നത്. അതിനുശേഷം ജനപ്രതിനിധികളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പ്രശ്നബാധിത മേഖലകളിലെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗമാണ് ചേർന്നത്. 2 യോഗവും പൂർത്തിയായതിനു ശേഷമാണ് മന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ അന്ന് ഉയർന്നു വന്നത് 27 നിർദ്ദേശങ്ങളാണ്. ആ 27 നിർദ്ദേശങ്ങളിൽ 15 നിർദ്ദേശങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. അതിന്റെ തുടർച്ച വളരെ പെട്ടെന്ന് ഉണ്ടാകും. ഒരു ജനകീയ സമിതി പ്രശ്നപരിഹാരത്തിനായി ജില്ലാതലത്തിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയാണ്. ഇത് 2 ആഴ്ച കൂടുമ്പോൾ ഇത് യോഗം ചേർന്ന് എല്ലാ കാര്യങ്ങളും മോണിറ്ററിംഗ് നടത്തും, അവലോകനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ RRT സംഘങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 ഫോറസ്റ്റ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് യോഗത്തിലെടുത്തിരിക്കുന്നത്. നോഡൽ ഓഫീസറെ നിയമിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. നോഡൽ ഓഫീസറെ നിയമിച്ചു കഴിഞ്ഞു. നോഡൽ ഓഫീസർക്ക് ഇവിടെ തന്നെ ഒരു ആസ്ഥാനം ഉണ്ടായിരിക്കും. വയനാട് തന്നെ ഓഫീസ് തുറക്കുമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഇങ്ങനെ വളരെ നിർണായകമായ തീരുമാനങ്ങളാണ്. സിജു, ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഇന്നത്തെ യോഗത്തിൽ അടക്കം ഈ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണ് അവിടുത്തെ എംഎൽഎമാർ. പക്ഷേ നിർഭാഗ്യവശാൽ 2 എംഎൽഎമാരും ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. എന്ത് കാരണം പറഞ്ഞാണ് ഇന്നിവർ ഈ യോഗം ബഹിഷ്കരിച്ചത്? ഇന്ന് യോഗം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ, രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ടി സിദ്ദിഖ് MLA-യും അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLA-യും യോഗത്തിലേക്ക് എത്തിയിരുന്നു. രാവിലെ തന്നെ മന്ത്രിമാർ പറഞ്ഞത് ഇക്കാര്യത്തിലൊരു തുറന്ന സമീപനമാണ്. ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടാകും, സ്വാഭാവികമാണ്. എല്ലാവരെയും കേൾക്കുകയും യോജിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്യണമെന്നുള്ള തുറന്ന സമീപനമാണ് സർക്കാരിൻ്റെതെന്ന് അറിയിച്ചു. എന്നാൽ യോഗത്തിൽ എത്തിയ ഉടൻ തന്നെ ഈ 2 MLA-മാരും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോ ഒന്നും നൽകാതെ, ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകാതെ യോഗത്തിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയി. പുറത്തു വന്ന് മുഖ്യമന്ത്രി നേരിട്ട് വരണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ എന്ത് നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി MLA-മാർക്ക് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി MPയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ വിഷയം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടായിരുന്ന MLA-മാർ പോയത്. അതോടൊപ്പം തന്നെ UDF-ന്റെ ജനപ്രതിനിധികളും 2ാമത് നടന്ന യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ പ്രശ്നം പരിഹാരമാകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. എല്ലാവരും യോജിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ UDF ആകെ തന്നെ ഇതിനെ വലിയൊരു പ്രശ്നമായി നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനം അതിനുശേഷം യോഗത്തിൽ പങ്കെടുത്ത ശരി, സിജു കണ്ണനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ഉന്നതതല യോഗം ചേർന്നു. ജില്ലാതലങ്ങളിൽ വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിനായി ജില്ലാതലങ്ങളിൽ ജനകീയ സമിതികൾ രൂപീകരിക്കാനും ജനകീയ മോണിറ്ററിംഗ് ശക്തിപ്പെടുത്താനും തീരുമാനമായി. ഒപ്പം തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച 27 നിർദ്ദേശങ്ങളിൽ 15 പ്രാവർത്തികമാക്കിയതായും ഉന്നതതല യോഗത്തിൽ മന്ത്രിമാർ അറിയിക്കുകയും ചെയ്തു. വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.